കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഇന്നുമെന്നും എന്നേക്കും ഈ എളിയ ശുശ്രൂഷയിലൂടെയും മഹത്വപ്പെടുമാറാകട്ടെ. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയരും ബഹുമാന്യരുമായ എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിൽ ഹൃദയപൂർവ്വമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മുടെ സമൂഹം വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിലൂടെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം അത്ഭുതകരമായ ഓരോ ദിവസവും നമ്മളെ പരിപാലിക്കുകയും സൂക്ഷിക്കുകയും കർത്താവിൻ്റെ കരുണ അനുഭവിപ്പാൻ നമ്മളെ തിരഞ്ഞെടുക്കുകയും ചെയ്തതോർത്ത് ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ അവിടുത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. പ്രിയമുള്ളവരെ, ഈ രോഗബാധയാൽ വേർപെട്ടു പോകുന്നവരും ഈ രോഗബാധയ്ക്ക് വിധേയരായി കഷ്ടമനുഭവിക്കുന്നവരുമായ ആളുകൾ നമ്മളെക്കാൾ ഏതെങ്കിലും നിലയിൽ കുറ്റക്കാരും ദോഷികളും ആയതുകൊണ്ടൊന്നാണെന്ന് നമ്മൾ ഒരിക്കലും തെറ്റായി ധരിക്കരുത്. മുമ്പേ പോയിടുന്നോർ ഭാഗ്യമുള്ളോർ നിശ്ചയമെന്നൊക്കെ പണ്ട് ഒരു ഭക്തനായ ദേവദാസൻ പാടിയതുപോലെ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ ഉപേക്ഷിച്ച് ഈ കഷ്ടങ്ങൾ കഴിഞ്ഞ് നിത്യജീവനായി പൂർണ്ണമായും അങ്ങ് വേർതിരിക്കപ്പെട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുന്നത് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭാഗ്യകരമായ അനുഭവം എന്നാണ് വിശുദ്ധ തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നാം ഓരോ ദിവസവും ജീവിതത്തോടെ കൂട്ടി ലഭിക്കുമ്പോൾ നമ്മളൊരു കാര്യം മറക്കരുത്. കർത്താവിന് വേണ്ടി ഒരുങ്ങുവാൻ, നിത്യജീവന് വേണ്ടി ഒരുങ്ങുവാൻ, എൻ്റെ കർത്താവിനെ പ്രസാദിപ്പിച്ച് ജീവിക്കുവാൻ, കർത്താവിൻ്റെ സാക്ഷിയായി നിൽക്കുവാൻ ദൈവം എനിക്ക് ഒരു ദിവസം കൂടെ തന്നിരിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കരുണയിലാണ്. കർത്താവെ, എൻ്റെ ഒരുക്കം ഒന്നും കൂടി ആത്മാർത്ഥതയും ഒന്നും കൂടി തികവുള്ളതുമാകുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ അങ്ങയുടെ വചനപ്രകാരം അടിയനെ സഹായിക്കണമേ എന്നുള്ള സമർപ്പണവും പ്രാർത്ഥനയുമാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതാണ് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കരണീയമായ കാര്യം. കർത്താവ് അതിനുള്ള കൃപ നമുക്ക് നൽകട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ദൈവവചനമാണ് നമ്മുടെ മുഴുവൻ ജീവിതത്തിൻ്റെയും അടിസ്ഥാനവും ആധാരവുമായിരിക്കേണ്ടത്. എല്ലാ ആത്മീയ ശുശ്രൂഷകളും തുല്യപ്രധാനങ്ങളാണ്. പ്രാർത്ഥനയും ഉപവാസവും വചന ശുശ്രൂഷയും അതുപോലെ പൊതു ശുശ്രൂഷകൾ എന്ന് പറഞ്ഞാൽ പരസ്യ യോഗങ്ങൾ, മറ്റുള്ളവരുമായി കർത്താവിൻ്റെ സുവിശേഷം പങ്കുവയ്ക്കൽ, അതുപോലെ സഹായം ചെയ്യൽ, കൂട്ടായ്മ ആചരിക്കൽ, ഇതെല്ലാം ഈ ആത്മീയ ശുശ്രൂഷകളെല്ലാം തുല്യപ്രധാനങ്ങളാണ്. ഒന്നൊന്നിനേക്കാൾ മികച്ചത് എന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയുകയില്ല. എന്നാൽ ഈ സകല ശുശ്രൂഷകളെയും നിയന്ത്രിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന രൂപരേഖയാണ്. അതുകൊണ്ട് എല്ലാത്തിനും അടിസ്ഥാനവും ആധാരവുമായിരിക്കുന്ന ദൈവവചനമാകിയാൽ സമന്മാരിൽ ഒന്നാമൻ എന്നുള്ള ഒരു നില, സമന്മാരിൽ ഒന്നാമൻ, ഫേസ്റ്റ് എമംഗ് ഈക്വൽസ് എന്ന ഒരു നില ദൈവവചനത്തിനുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ദൈവവചനത്തെ അത് അർഹിക്കുന്ന ഗൗരവത്തോടെയും അതിൻ്റെ പ്രാധാന്യതയോടെയും നമ്മൾ കാണണമെന്ന് ഒരിക്കൽ കൂടി എൻ്റെ സഹോദരങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ റോമാലേഖനമാണല്ലോ ചിന്തിച്ചു വരുന്നത്. അതിൻ്റെ 14-ാമത്തെ അധ്യായത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്തേക്ക് നമ്മൾ വന്നിരിക്കുന്നു. 11-ാമത്തെ വാക്യം മുതൽ നമ്മൾ ചിന്തിക്കുകയായിരുന്നു. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ 12-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ ഉള്ള പ്രബോധനങ്ങൾ, അതാണ് പ്രായോഗിക ഭാഗം. നമുക്കറിയാമല്ലോ, ഓൾറെഡി നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. റോമാലേഖനത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ താത്വികമായ ഡോക്ട്രിനൽ പാർട്ടാണ്, തത്വങ്ങളാണ്. ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രക്ഷാപദ്ധതിയുമായി ബന്ധപ്പെട്ടതും ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതുമായ ജീവിതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളാണ്, താത്വികമാണ്, ഡോക്ട്രിനലാണ്. 1 മുതൽ 11 വരെ. 12-ാമത്തെ അധ്യായം മുതൽ 15-ാമത്തെ അധ്യായം വരെയുള്ള ഭാഗം പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിലുള്ള പ്രബോധനങ്ങളാണ്. അപ്പോൾ 12-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യം മുതൽ നമ്മളിപ്പോൾ ചിന്തിക്കുന്ന ഈ ഭാഗം വരെ ഇത് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ 12-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം മുതലുള്ള ഭാഗമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയാൽ തന്നെ. അതുകൊണ്ട് നമ്മൾ ഏത് കാലഘട്ടത്തിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള തിരിച്ചറിവാണ് നമ്മൾ ഈ പ്രായോഗികമായ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രബോധനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കുവാൻ ആവശ്യമായിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് ചെയ്യുവാൻ ഉറക്കത്തിൽ ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു. മാത്രമല്ല, നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ നമുക്ക് അടുത്തിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു രക്ഷയുടെ 3 ഘട്ടങ്ങൾ. നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, നാം രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, നാം ഇനി രക്ഷിക്കപ്പെടും. രക്ഷ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ആത്മീയ അനുഭവങ്ങളിൽ ഒതുങ്ങുന്നതല്ല.
രക്ഷ അതിൻ്റെ പൂർത്തീകരണം, രക്ഷാപൂർത്തി എന്ന് പറയുന്നത് തേജസ്കരണമാണ്. രക്ഷയുടെ ഒന്നാമത്തെ ഘട്ടത്തിൽ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് സാധിക്കുന്നു. പാപത്താൽ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട് ദൈവവുമായുള്ള സംസർഗത്തിൽ നിന്നും ഒറ്റപ്പെട്ടു പോയി നിർജീവാവസ്ഥയിൽ ആത്മീക മരണത്തിന് വിധേയപ്പെട്ട് ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി, ആത്മീയമായി മരിച്ച വ്യക്തി, ആ വ്യക്തിയുടെ അന്തരാത്മാവ് പരിശുദ്ധാത്മാവിനാലും ദൈവവചനത്താലും ചൈതന്യപ്പെട്ട് വീണ്ടും ജനനം പ്രാപിച്ച് ദൈവവുമായുള്ള കൂട്ടായ്മ ബന്ധത്തിലേക്ക് വരുമ്പോൾ അവൻ ഒരു ഉയിർത്തെഴുന്നേറ്റ അനുഭവം ഉണ്ടാകുന്നതാണല്ലോ. നിങ്ങൾ ക്രിസ്തുവിനോട് മരിച്ചവനോട് ഉയിർത്തെഴുന്നേറ്റിരിക്കുന്നു, നമ്മളെ ഉയർപ്പിച്ച് സ്വർഗത്തിലിരുത്തിയിരിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്, കൊലോസ്യത്തിൽ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നോക്കണേ, അപ്പോൾ നമ്മൾ അതാണ് രക്ഷയുടെ ഒന്നാമത്തെ ഘട്ടം. ആ ഒന്നാമത്തെ ഘട്ടത്തിൽ നമ്മുടെ ആത്മാവ് ചൈതന്യവൽക്കരിക്കപ്പെടുകയാണ്. തുടർന്ന് രണ്ടാമത്തെ ഘട്ടത്തിൽ പാപത്തിന് അധീനമായിരിക്കുന്ന നമ്മുടെ ജഡം, പാപത്തിൻ്റെ ഇരിപ്പിടമെന്ന് പറയുന്നത് ജഡമാണ്, നമ്മുടെ സ്വയമാണ്. ഞാൻ 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 എന്നുള്ള ഭാവം, സ്വയബോധം തരുന്ന ഘടകമാണല്ലോ ദേഹി. ആ ദേഹി, പാപത്തിന് അധീനമായിരിക്കുന്ന ആ ദേഹിയിൽ തുടർന്ന് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധീകരണത്തിൻ്റെ അനുഭവമാണ്. അത് ക്രിസ്തീയ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്നതാണ്. നോക്കണേ, ഒന്നുകിൽ നമ്മുടെ മരണം, അല്ലെങ്കിൽ കർത്താവിൻ്റെ മടങ്ങി വരവ്. അത് ഒരേയും ദീർഘമായി നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന അനുഭവമാണ് രക്ഷയുടെ രണ്ടാമത്തെ ഘട്ടം. രക്ഷയുടെ മൂന്നാമത്തെ ഘട്ടം അഥവാ രക്ഷാപൂർത്തി എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വം, തേജസ്കരണമാണ്. അപ്പോൾ ഒന്നാമത്തെ ഘട്ടം ആത്മാവിനെ സംബന്ധിക്കുന്നതും, രണ്ടാമത്തെ ഘട്ടം ദേഹിയെ സംബന്ധിക്കുന്നതും, മൂന്നാമത്തെ ഘട്ടം ശരീരത്തെ സംബന്ധിക്കുന്നതുമാണ്. ഈ ശരീരം തന്നെ തേജസ്കരിക്കപ്പെട്ട ആത്മശരീരമായി കർത്താവിനോട് ചേരുന്ന, കർത്താവിന് അനുരൂപരാകുന്ന അനുഗ്രഹിക്കപ്പെട്ട അനുഭവം, അതാണ് രക്ഷാപൂർത്തി, രക്ഷയുടെ മൂന്നാമത്തെ ഘട്ടം. അതിനുള്ള സമയം നമ്മൾ വിശ്വസിച്ച സമയത്തേക്കാൾ അടുത്തു വന്നിരിക്കുന്നു എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ ലക്ഷ്യമാക്കേണ്ടത് രക്ഷാപൂർത്തിയാണ്, കർത്താവിൻ്റെ മടങ്ങിവരവാണ്. കർത്താവിൻ്റെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. യോഹന്നാൻ എഴുതിയ ഒന്നാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായത്തിൻ്റെ 2 മുതലുള്ള വാക്യമാണ് ഞാൻ ഉദ്ധരിച്ചത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് കർത്താവിനോട് അനുരൂപരായി ആത്മശരീരികളായി തേജസ് ധരിക്കുന്ന തേജസ്കരണത്തിൻ്റെ അനുഭവമാണ് രക്ഷാപൂർത്തി എന്ന് പറയുന്നത്. അന്ത്യകാലത്തിൽ ഒരുക്കിയിരിക്കുന്ന രക്ഷയ്ക്കായി പരിശുദ്ധാത്മാവിനാൽ കാക്കപ്പെടുന്ന നാം, അങ്ങനെ തിരുവെഴുത്ത് നമ്മൾ വായിക്കുന്നു. അന്ത്യകാലത്ത് വെളിപ്പെടുവാനുള്ള രക്ഷയ്ക്കായി നാം പരിശുദ്ധാത്മാവിനാൽ ദൈവവചനത്താൽ നാം കാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് അതാണ് വിശ്വാസ സമയത്ത് രക്ഷ നമുക്ക് അടുത്തിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന രക്ഷയല്ലേ? അതെ, രക്ഷയുടെ ഒന്നാമത്തെ ഘട്ടം നമ്മളിപ്പോൾ അനുഭവിക്കുന്നു. രക്ഷയുടെ രണ്ടാമത്തെ ഘട്ടത്തിലൂടെ നമ്മൾ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. രക്ഷയുടെ മൂന്നാമത്തെ ഘട്ടം നമ്മൾ അനുഭവിക്കും. സ്തോത്രം. ആ രക്ഷയുടെ മൂന്നാമത്തെ ഘട്ടത്തിനായിട്ട് നമ്മൾ ഒരുക്കത്തോടെ ഇരിക്കണം. അതിനുവേണ്ടി അത് നമ്മൾ അറിയുന്നത് കൊണ്ടാണ്, ആ സമയം അടുത്തിരിക്കുന്നത് കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്നാണ് പൗലോസ്ലീഹ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ പ്രായോഗികമായ ക്രിസ്തീയ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് തിരുവെഴുത്തിൽ നമുക്ക് നൽകിയിരിക്കുന്ന പ്രബോധനങ്ങൾ നമ്മൾ അനുവർത്തിക്കേണ്ടത്, പാലിക്കേണ്ടത് രക്ഷയുടെ പൂർത്തീകരണം ഏറ്റവും അടുത്തിരിക്കുന്നു എന്നിങ്ങനെ ആ സത്യം നമ്മൾ ബോധ്യപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, കർത്താവ് സകല ലോകത്തോട് വിടുപെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം കർത്താവിൻ്റെ കാര്യപരിപാടിയിൽ അനാദി നിർണയത്തിൽ നിർണായകമായൊരു ഘട്ടത്തിൽ ലോകം എത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് രക്ഷയ്ക്കായി, ആ അന്ത്യകാലത്തിൽ വെളിപ്പെടുവാനിരിക്കുന്ന രക്ഷയ്ക്കായി ആത്മാവിനാൽ നമ്മൾ കാക്കപ്പെടുകയാണ്. അതിനുവേണ്ടിയുള്ള ഒരുക്കം. അതുകൊണ്ട് അതിനുള്ള പ്രബോധനങ്ങളാണ് 12ഉം ഈ വാക്യം വായിക്കുന്നവരെയും ഇനി തുടർന്നും പൗലോസ്ലീഹ നമുക്ക് നൽകുന്നത്. ഇവിടെ ഒരു കാര്യം പ്രസക്തമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ രക്ഷയുടെ 3 ഘട്ടങ്ങളെ സംബന്ധിച്ചുള്ള വാക്യങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചു. ആവർത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. ചില പ്രിയ സഹോദരങ്ങളുണ്ട്, അവർ രക്ഷയുടെ ഒന്നാമത്തെ ഘട്ടം കഴിഞ്ഞാൽ എല്ലാം പിന്നെ സെക്യൂറായി, പിന്നെ ഒന്നും നമ്മൾ ബോധന ചെയ്യേണ്ട ആവശ്യമില്ലെന്നും, പിന്നെ നമ്മളിങ്ങനെ വലിയ മസിൽ പിടിച്ചൊന്നും ഇരിക്കേണ്ട കാര്യമില്ലെന്നും ഒക്കെ പഠിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവവചനം അങ്ങനെ അല്ല നമ്മളെ പഠിപ്പിക്കുന്നത്. രക്ഷയുടെ ഭദ്രത എന്നൊക്കെ പറഞ്ഞ് ചില ആളുകളൊക്കെ
ആ കാര്യത്തിൽ വേദപുസ്തകം കൃത്യമായി പഠിപ്പിക്കുന്ന ആ പ്രമാണത്തിൽ നിന്ന് വ്യതിചലിച്ച ഒരു നീക്കം, അവർക്ക് പഴയ ആ ജഡത്തിന് വിധേയപ്പെട്ട് പാപത്തിൻ്റെ തൽക്കാല ഭോഗങ്ങളിൽ ജീവിതം തുടരുന്നതിനുള്ള ആ താല്പര്യം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് മാറാത്തത് കൊണ്ട് അവർ മനസാക്ഷിയെ ഒന്ന് മയക്കാനായി ഉപയോഗിക്കുന്ന ഒരു വിശദീകരണങ്ങൾ എന്നല്ലാതെ എനിക്കതിനെക്കുറിച്ച് മറ്റൊന്നും പറയുവാനില്ല. പ്രിയപ്പെട്ടവരെ, നാം വിശുദ്ധിയിലും നിർമ്മലതയിലും കർത്താവിന് വേണ്ടി മാത്രം വേർതിരിക്കപ്പെട്ട് ജീവിക്കണം. കല്യാണ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഒരു മണവാട്ടി എന്നാണ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 11-ാമത്തെ അധ്യായത്തിൽ ദൈവസഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. കല്യാണ നിശ്ചയം കഴിഞ്ഞാൽ എല്ലാം ഇനിയിപ്പോൾ എന്നാ കുഴപ്പമൊന്നുമില്ല, അങ്ങനെയല്ല. കല്യാണ നിശ്ചയം കഴിഞ്ഞ് കല്യാണം വരെയും തുടർന്നും പ്രിയപ്പെട്ടവരെ ആ ബന്ധം ഏറ്റവും സുതാര്യമായി സൂക്ഷിക്കുവാൻ ആവശ്യമുണ്ട്. അതിന് മുമ്പ് ചിലപ്പോൾ കൂട്ടുകാരുമായിട്ടൊക്കെ ഇച്ചിരി ഫ്രീ ആയിട്ടൊക്കെ ചിലപ്പോൾ നടന്നു പോയെന്ന് വന്നേക്കാം. എന്നാൽ വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു മണവാളിനു വേണ്ടി മാത്രം നോക്കണേ, മനസാ വാച കർമ്മണ പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട് നിർമ്മലതയിൽ സൂക്ഷിക്കപ്പെടുന്നു. അതുകൊണ്ടാണല്ലോ പൗലോസ് അവിടെ പറയുന്നത്, അവിടെ വീണു പോകാൻ സാധ്യത ഉള്ളതുകൊണ്ടല്ലേ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 11-ാമത്തെ അധ്യായത്തിൽ ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മലകനെ ഏൽപ്പിപ്പാൻ നിങ്ങൾക്ക് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കണ്ടോ, നോക്കണേ. അപ്പോൾ ആ ഭയപ്പാട് അപ്പസ്തോലൻ ഉണ്ടായിരിക്കുന്നതിന് കാരണം എന്താ? സാധ്യതയുള്ളത് കൊണ്ടാണ്. വഷളായി പോകുവാൻ സാധ്യതയുണ്ട്. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിലും നിർമ്മലതയിൽ നിന്ന് വ്യതിചലിച്ചു പോകാൻ സാധ്യതയുള്ളത് കൊണ്ടല്ലേ പൗലോസ് അത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എങ്ങനെ ഒരു കുഴപ്പമില്ല, വൺസ് സേവ്ഡ് ഈസ് സേവ്ഡ് ഫോർ എവർ എന്നൊക്കെ ഇത്ര ധാർഷ്ട്യത്തോടെ ഈ യാഥാർത്ഥ്യങ്ങളുടെ നേരെ ബോധപൂർവ്വം കണ്ണടച്ചുകൊണ്ട് ഒരുവന് പറയുവാൻ കഴിയുന്നത്? ഒരിക്കലും അങ്ങനെയല്ല. ഇക്കഴിഞ്ഞൊരു ദിവസം എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തി, അതിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ്, എനിക്ക് അദ്ദേഹത്തോട് സ്നേഹമേ ഉള്ളൂ. എല്ലാം കൂടി എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ അയച്ചു തന്നു. അതിനകത്ത് കണ്ട ഒരു കാര്യം, അപ്പം ഇന്ന് രക്ഷിക്കപ്പെട്ടു, പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി, ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി കഴിഞ്ഞ് പിന്നെയും ഞാൻ ദൈവകൃപയിൽ നിന്ന് അന്യപ്പെട്ടതുപോലെ ഇച്ചിരി പിന്മാറ്റത്തിലൊക്കെ പോയി ഇച്ചിരി ലോകത്തിലെ ജീവിക്കാൻ അങ്ങനെ ജീവിച്ചു. പിന്നെയും ഞാൻ അനുദപിച്ച് സങ്കടത്തോടെ തിരിച്ച് വന്നു. അപ്പോൾ പിന്നെ എൻ്റെ പേരെഴുതിയല്ലോ, പിന്നെ ഞാൻ പോയി. ഇങ്ങനെ പല പ്രാവശ്യം ആവർത്തിച്ച് കഴിഞ്ഞാൽ ആ പുസ്തകത്തിൽ ഇപ്പം ഒരച്ചൊരച്ചൊരച്ച് തീർന്ന് ആ പേജെല്ലാം ഓട്ടയാണല്ലോ എന്ന് ഒന്ന് എഴുതിയിരിക്കുന്നത്. എന്തൊരു സങ്കടം, എത്ര ബാലിശമാണ്, എത്ര നിസ്സാരമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്ത് കരുതുന്നു? നമ്മൾ ലെഡ്ജർ ബുക്കിനകത്ത് റബ്ബർ കൊണ്ട് ഒരച്ചെഴുതുന്നത് പോലെയാണോ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതുന്നത്? നമ്മൾ നമ്മുടെ സ്റ്റാൻഡേർഡിലാണോ ദൈവത്തെ കാണുന്നത്? എന്താ നിങ്ങൾ വിചാരിക്കുന്നത്? ഇത്ര ഭോഷത്വം പറയരുത്. എന്തൊരു വിവരക്കേടാ പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങളോട് ചോദിക്കരുത്, നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ നിങ്ങൾ ഒരു കാര്യം എൻ്റർ ചെയ്തു, നിങ്ങളത് സ്ക്രീനിൽ കണ്ടു, ശരി, അപ്പോൾ അത് മിസ്റ്റേക്കാണെന്ന് മനസ്സിലായി, ഡിലീറ്റ് ചെയ്ത് വെച്ച് പിന്നെയും മറ്റൊരു കാര്യം അത് വ്യത്യസ്തപ്പെട്ട ഒരു രീതിയിൽ നിങ്ങളത് ടൈപ്പ് ചെയ്തു. അത് ചെയ്തപ്പോൾ പിന്നെ നമുക്ക് ഒന്നുകൂടി കൃത്യമാകാം, ഡിലീറ്റ് ചെയ്തു. പിന്നെയും 3-ാമതും 4-ാമതും 5-ാമതും ചെയ്താൽ ആ സ്ക്രീൻ തേഞ്ഞു പോയോ? ഇങ്ങനെ നിങ്ങൾ എൻ്റർ ചെയ്യുകയും ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ആ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീൻ എന്താ തേഞ്ഞു പോയോ? എത്ര ബാലിശമായ കാര്യമാണ്. നിങ്ങൾക്ക് പാപത്തിൽ ജീവിക്കാനും ദുഷ്ടൻ്റെ പിന്നാലെ പോകാനും നിങ്ങൾക്ക് അങ്ങനെ പാപത്തിന് തൽക്കാല ഭോഗങ്ങളിൽ തുടരുവാൻ നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ പ്രേരണയുണ്ടെങ്കിൽ നിങ്ങൾ സാധുക്കളായ ആളുകളെ എന്തിനാ വഞ്ചിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോക. നിങ്ങളിങ്ങനെ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് സാധുക്കളായവരെ നിങ്ങൾ വഞ്ചിക്കരുത്. ബൈബിൾ എന്താ പറയുന്നത്? വിശ്വാസക്കപ്പൽ തകർന്നുപോയി എന്ന് പറയുന്നില്ലേ? വിശ്വാസക്കപ്പൽ തകർന്നുപോയി. തിമോത്തിയോസിന് 1-ാമത്തെ ലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിൽ വിശ്വാസക്കപ്പൽ തകർന്നു പോയവരുടെ കാര്യം കാണുന്നു. കപ്പൽ കയറിയവരല്ലേ, അല്ലെങ്കിൽ പിന്നെ തകരുകയില്ലല്ലോ. വിശ്വാസക്കപ്പൽ തകർന്നുപോയി, സാധ്യതയുണ്ട്, നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പിന്നെയും തിമോത്തിയോസിന് 1-ാം ലേഖനം അതിൻ്റെ 5-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിൽ ചിലർ സാത്താൻ്റെ പിന്നാലെ പോയല്ലോ. നോക്കണേ, കർത്താവിൻ്റെ പിന്നാലെ പോയവർ ഇപ്പോൾ എന്ത് ചെയ്തു? ഇപ്പോൾ സാത്താൻ്റെ പിന്നാലെ പോയി. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടവരല്ലേ? അതെ, രക്ഷിക്കപ്പെട്ടവരാ. ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ ദാനം ആസ്വദിക്കുകയും ഒക്കെ ചെയ്തവർ പിന്മാറിപ്പോയാൽ, എബ്രായ ലേഖനത്തിലൊക്കെ എത്ര പ്രാവശ്യമാണ് പറഞ്ഞിരിക്കുന്നത്.
പ്രിയപ്പെട്ടവരെ, രക്ഷയുടെ ഒന്നാമത്തെ ഘട്ടം കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്വം തീർന്നെന്നും ഇനി കർത്താവിന് വേണ്ടി എന്നെ പൊക്കിക്കൊണ്ടങ്ങ് പൊക്കോട്ടെ എന്നുള്ളൊരു ചിന്ത. കർത്താവാണ് നമ്മളെ രക്ഷിച്ചത്, കർത്താവാണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത്. സമ്പൂർണ്ണ സമർപ്പണവും അതിനായുള്ള ഒരു ഉത്സാഹവും അതിനായി ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന അനുഭവവും നമ്മുടെ ഭാഗത്തുനിന്ന് നിർബന്ധമായി ഉണ്ടായേ മതിയാകുകയുള്ളൂ. അതുകൊണ്ടല്ലേ പത്രോസിലേക്ക് പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവീൻ. നിങ്ങളിങ്ങനെ ചെയ്യുന്നുവെങ്കിൽ സ്തോത്രം, ഒരു നാൾ വിടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. എന്നിട്ട് വ്യാഖ്യാനിക്കുക, അങ്ങ് ധാരാളമായി പ്രാപിക്കാൻ ഇതൊക്കെ വേണം. ഇച്ചിരി ഞെരുങ്ങിയൊക്കെ അങ്ങ് കയറാനാണ്. ഇതൊന്നും ആരാ പറഞ്ഞത് നിങ്ങളോടിത്? ധാരാളമായിട്ടല്ലാതെ ഒന്നും പ്രാപിക്കുന്നില്ല. ഞെളിഞ്ഞു പിരിഞ്ഞ് സ്വർഗത്തിൽ കയറുന്ന മോഡറേഷൻ കൊണ്ട് പാസ്സാക്കി വിടുന്ന പരിപാടിയൊന്നുമില്ല. നമ്മൾ ഈ കോവിഡ് പശ്ചാത്തലത്തിൽ കുഞ്ഞുങ്ങളുടെ പഠനം അത്ര വേണ്ട നന്നായി നടക്കുവാൻ സൗകര്യമില്ലാഞ്ഞപ്പോൾ ഓൺലൈനിലൊക്കെ പാവം കുഞ്ഞുങ്ങൾ ഇങ്ങനെ പഠിച്ചു. അതുകൊണ്ട് നമ്മുടെ റിസൾട്ട് വന്നപ്പോൾ ഒരു ശകലം ലീനിയൻസിയോടുകൂടി അധികാരികൾ അതിനെ കണ്ടു. ആട്ടെ, ഒത്തിരി പേര് തോറ്റുപോയാൽ പണ്ടത്തെ പോലെ സ്ട്രിക്റ്റായിട്ടുള്ള വാല്യുവേഷനൊക്കെ വെച്ചാൽ കാര്യമായ ശതമാനം കുഞ്ഞുങ്ങൾ ജയിച്ചെന്ന് വരികയില്ല, നല്ല സ്കോർ കിട്ടിയെന്ന് വരികയില്ല. അതുകൊണ്ട് അവിടെ ഒരു ലീനിയൻസ് കാണിച്ചതുപോലെ ലീനിയൻസ് കാണിക്കുമെന്നാണോ നിങ്ങളുടെ ധാരണ? നിങ്ങൾ അങ്ങനെ ഒരിക്കലും തെറ്റായി ധരിക്കരുത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ അനാദി നിർണയം നിങ്ങൾ ഓർക്കണം. ദൈവത്തിൻ്റെ അനാദി നിർണയത്തിൽ ജീവനേക്കാളേറെ കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു മണവാട്ടി ഒരുക്കപ്പെടുക എന്നുള്ളതാണ് ദൈവസഭയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ലക്ഷ്യം. ഒരു സവിശേഷ സൃഷ്ടി ഒരുക്കപ്പെടുക എന്നുള്ളതാണ്. അല്ലാതെ വല്ല വിധേനയും നരകത്തിൽ നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ നരകത്തിയിൽ നിന്ന് കരയേറ്റി എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ കൊണ്ടുവന്ന് സുരക്ഷിതരാക്കുക എന്നതാണ് ദൈവത്തിൻ്റെ കാര്യപരിപാടി എന്ന് നിങ്ങളാരും തെറ്റായി ചിന്തിക്കരുത്. അങ്ങനെ ആയിരുന്നെങ്കിൽ നരകത്തിയിൽ നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയാക്കി തീർത്ത പാപത്തിൽ അകപ്പെടാതോണം ഇവരെ അങ്ങ് സൂക്ഷിച്ചാൽ പോരായിരുന്നോ? എന്തിന് ഇതിന് ഏൽപ്പിച്ചു കൊടുത്തു? ഇത് ദൈവത്തിൻ്റെ അനാദി നിർണയത്തിൽപ്പെട്ടതാണ്. ദൈവസ്നേഹം തിരിച്ചറിഞ്ഞ് ദൈവത്തെ പരമാർത്ഥമായും സ്നേഹിക്കുകയും അവൻ്റെ വചനപ്രകാരം തങ്ങളെ തന്നെ സമർപ്പിച്ചു കൊടുക്കുകയും ചെയ്യുവാനുള്ള ഉത്തരവാദിത്വബോധമുള്ള ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു സവിശേഷ സൃഷ്ടിയുടെ ഒരുക്കമാണ് ദൈവത്തിൻ്റെ ലക്ഷ്യമെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. അതുപോലെ പിന്നെ നമ്മൾ ഗലാത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് 1-ാം അധ്യായത്തിന് 6-7 വാക്യങ്ങളിൽ, കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നതിൽ ഞാൻ അതിശയിക്കുന്നു. കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക്, ഇവനെ വിട്ടെങ്കിലേ അങ്ങോട്ട് പോകാൻ കഴിയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നിങ്ങൾ ഒരു സെൽഫ് കംപ്ലേസൻസിയോടുകൂടി അശ്രദ്ധമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട് വശീകരിക്കപ്പെടരുത്. സ്തോത്രം. അശ്രദ്ധമായ ക്രിസ്ത്യ, അങ്ങനെയെങ്കിൽ പിന്നെ സഭാ സംവിധാനത്തിൻ്റെ ആവശ്യമില്ലല്ലോ. എന്തുകൊണ്ടാണ് സഭാ സംവിധാനം ദൈവം ഇവിടെ അനുവദിച്ചിരിക്കുന്നത്? സഭാ സംവിധാനം അനുവദിച്ചിരിക്കുന്നത് തന്നെ രക്ഷിക്കപ്പെട്ട വ്യക്തികൾ ദൈവകൃപയിൽ നിലനിൽക്കുവാൻ ആവശ്യമുള്ളതുകൊണ്ടും അവർക്ക് പാസ്റ്ററൽ മിനിസ്ട്രി, ഇടയ ശുശ്രൂഷയുടെ പരിചരണവും പരിപാലനവും അവർക്ക് അനുഭവിക്കാൻ ആവശ്യമുള്ളതുകൊണ്ടുമാണ് കർത്താവ് ഈ സഭാ സംവിധാനം തന്നെ ഇവിടെ അനുവദിച്ചിരിക്കുന്നത്. ആരും ആരെക്കാളും കേമനായതുകൊണ്ടല്ല. സഭാ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു ലീഡർ എന്ന അർത്ഥമേ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. പണ്ട് കാലത്ത് ഇടയ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിരുന്നു. കൈക്കൽ ഏൽപ്പിക്കപ്പെട്ട ആടുകളെ എണ്ണമെടുത്ത് പരിപാലിച്ച് എണ്ണി തിരിച്ചേൽപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം ഓരോ ഇടയനും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ആമോസിൻ്റെ പ്രവചനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നു, 3-ാം അധ്യായം നമ്മൾ വായിക്കുന്നുണ്ട്, ഒരിടയൻ 2 കാലോ 1 കാതോ സിംഹത്തിൻ്റെ വായിൽ നിന്ന് വലിച്ചെടുക്കുന്നത് പോലെ ഒരു സാധാരണ സംഭവം പോലെ പറയുകയാണ്. ഇടയൻ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സിംഹം വന്ന് ഒരാട്ടിൻകുട്ടിയെ പിടിച്ചാൽ ബാക്കിയെ കൊണ്ട് രക്ഷപ്പെട്ടു പോകണമെന്നല്ല, അതിനെ പോയത് പൊക്കോട്ടെ എന്നല്ല. പിന്നെയോ അതിനോട് എതിരിട്ട് സിംഹത്തിൻ്റെ വായിൽ നിന്ന് 2 കാലെങ്കിലും അല്ലെങ്കിൽ 1 കാതെങ്കിലും രക്ഷിക്കണം. വൈകിട്ട് കണക്ക് കൊടുക്കണം. 100 ആടിനെ കൊണ്ട് പോകുന്ന ആളാണ്. 99 ആടേ ഉള്ളൂ, 100ാമത്തെ എന്തിയെന്ന് ചോദിക്കുമ്പോൾ, യജമാനനി
ഒരു സിംഹം അതിനെ കടിച്ചു കീറി. ഞാനതിനോട് എതിർത്ത് എൻ്റെ ജീവനെ പണയം വെച്ചു അതിനെ രക്ഷിക്കാൻ ശ്രമിച്ചിട്ടും എനിക്ക് 2 കാലേ കിട്ടിയുള്ളൂ, അല്ലെങ്കിൽ ഈ ഒരു കാതിൻ്റെ ഒരു ടുക്കടായെ കിട്ടിയുള്ളൂ, ഒരു മുറിയെ കിട്ടിയുള്ളൂ. സിംഹത്തിൻ്റെ പല്ലിൻ്റെ പാട് കണ്ടില്ലേ യജമാനനെ എന്ന് പറഞ്ഞ് സങ്കടത്തോടെ കണക്ക് കൊടുക്കാൻ അവന് ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം ഓരോ ലോക്കൽ സഭയിലെയും ശുശ്രൂഷകനായി നിയമിക്കപ്പെട്ടിരിക്കുന്ന പാസ്റ്ററൽ മിനിസ്ട്രി എന്ന ഇടയൻ എന്ന ആ ചുമതലയുള്ള ദൈവദാസന്മാർക്കുണ്ട്. അത് നമ്മൾ മറന്നു പോകരുത്. പാസ്റ്ററൽ മിനിസ്ട്രി അത് കൂട്ടുത്തരവാദിത്വമാണ്. കൂട്ടുമൂപ്പന്മാരുണ്ടാക്കും. ഈ ശുശ്രൂഷ അദ്ദേഹത്തെ സഹായിക്കാൻ മറ്റ് മൂപ്പന്മാരായ ശുശ്രൂഷകന്മാർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരിക്കും. കാര്യം ഒരാളിന് തന്നെ ചെയ്തെടുക്കാൻ കഴിയുന്നൊരു കാര്യമൊന്നും ആണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ദൈവകൃപയാൽ മാത്രം തന്നെ സഹായിക്കാനായി മൂപ്പന്മാരുള്ളത് നന്ന്. അതാണ് തിരുവെഴുത്ത് നമ്മൾ കാണുന്നത്. അല്ലാതെ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ആരും ആർക്കും കീഴ്പ്പെട്ടവരല്ല. എല്ലാവരും നേതാക്കന്മാരാണ്, എല്ലാവരും ശുശ്രൂഷകന്മാരാണ്. ശരി, എല്ലാവർക്കും ശുശ്രൂഷയുണ്ട്. ഓരോ ശുശ്രൂഷയുടെ ഓരോ മേഖലയാണ്. എങ്കിലും ഇടയ ശുശ്രൂഷ 5 വിധ ശുശ്രൂഷക വൃന്ദത്തെ ദൈവവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോസ്തലന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ, സുവിശേഷകന്മാർ, പ്രവാചകന്മാർ. നമ്മൾ ഈ 5 വിധ ശുശ്രൂഷകന്മാരെ കാണുന്നു. ഈ 5 വിധ ശുശ്രൂഷയും ദൈവസഭ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം ഈ ഭൂമിയിലുണ്ട്. ഈ 5 വിധ ശുശ്രൂഷക വൃന്ദവുമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇടയ ശുശ്രൂഷയുടെ കാലം കഴിഞ്ഞെന്നൊന്നും ആരും ചിന്തിക്കരുത്. അതുകൊണ്ട് സഭാ സംവിധാനം തന്നെ രക്ഷയുടെ 2ാം ഘട്ടത്തിൻ്റെ പ്രാധാന്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു എന്ന് നിങ്ങൾ മറന്നു പോകരുത്. മാത്രമല്ല, കൂട്ടായ്മ ആചരിക്കുക, ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുക, പ്രബോധിപ്പിക്കുക, ശാസിക്കുക, തർജ്ജനം ചെയ്യുക. ജനിച്ചു വീണ ഒരു കുഞ്ഞിനെ കുടുംബ പശ്ചാത്തലത്തിൽ അതിൻ്റെ സിബ്ലിങ്സ്, സഹോദരങ്ങൾ, മൂത്ത സഹോദരങ്ങളും അമ്മയപ്പന്മാരും ബന്ധുക്കളും എല്ലാം ചേർന്നാണ് ആ കുഞ്ഞിനെ പരിപാലിച്ച് വളർത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ തന്നെ അപ്പനും അമ്മയ്ക്കും ഒരു ഉത്തരവാദിത്വ ബോധം അധികമായിട്ടുണ്ട്. ഇതുപോലെയാണ് ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഇടയ ശുശ്രൂഷയുടെ ചുമതല നിർവഹിക്കുവാൻ ദൈവം സംവിധാനം വെച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ട, രക്ഷ നഷ്ടപ്പെടില്ല, ഇനി എങ്ങനെയുമാകാം. അവർ ഈ വാക്യമൊക്കെ എന്താ കാണാത്തത്? നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ നമുക്ക് ഏറ്റവും അടുത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. ഇത് പല ആളുകളെയും തെറ്റായ ചില ധാരണകളിലേക്ക് നയിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ചില വാക്കുകൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തത് നീതീകരണമാണെങ്കിൽ 2ാമത്തെ ഘട്ടം വിശുദ്ധീകരണമാണ്. വിശുദ്ധീകരണത്തിനായി നിയമിക്കപ്പെട്ടിരിക്കുന്ന ഉപാധികൾ, സ്തോത്രം, ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ആത്മീയ കൂട്ടായ്മ, ശുശ്രൂഷകന്മാരുടെ പരിചരണം, അവരുടെ പരിപാലനം, ഇതെല്ലാം ദൈവം നമുക്ക് വേണ്ടി നിയമിച്ചാക്കിയിരിക്കുകയാണ്. ഇതെല്ലാം അനുഭവിച്ചുകൊണ്ട് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിലും നിർമ്മലതയിലും നിലനിൽക്കുവാൻ ദൈവം നമുക്ക് വലിയൊരു ഭാഗ്യമാണ് തന്നേക്കുന്നത്. ചുമതല എന്നല്ല ഞാൻ പറയുന്നത്, അതൊരു ഭാഗ്യമാണ്. സ്തോത്രം. അതുകൊണ്ട് ദൈവം നിയമിച്ചിരിക്കുന്ന ഈ സംവിധാനം അതിൻ്റെയൊന്നും കാര്യമില്ല. ഒരു ധാർഷ്ട്യഭാവത്തിൽ വൺ സേവ്ഡ് ഈസ് സേവ്ഡ് ഫോർ എവർ, ദർ ഇസ് നത്തിങ് മോർ ടു ഫിയർ. വെൽ, ഓഫ് കോഴ്സ് വി നീഡ് നോട്ട് ഫിയർ എനിത്തിങ്. നമ്മൾ പേടിക്കുകയൊന്നും വേണ്ട, കർത്താവ് കൂടുണ്ട്. സ്തോത്രം. എൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടതിനെ ആരും എൻ്റെ കയ്യിൽ നിന്ന് തട്ടിക്കൊണ്ടു പോവുകയില്ല. പിതാവിൻ്റെ കയ്യിൽ തട്ടിക്കൊണ്ടുപോകുക ശരിയാണ്. നമ്മൾ അവൻ്റെ കൈകളിൽ ഇരുന്നു കൊള്ളണം. നാം കൃപയിൽ നിലനിൽക്കണം. സ്തോത്രം. നമ്മുടെ കഴിവ് കൊണ്ടല്ല നമ്മൾ നിലനിൽക്കുന്നത്, പിന്നെയോ കർത്താവിൻ്റെ കരുണ കൊണ്ടാണ്, അവൻ്റെ കൃപ കൊണ്ടും ആർദ്രത കൊണ്ടും. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ രക്ഷയിൽ നിലനിൽക്കുവാൻ ഒരുക്കിയിരിക്കുന്ന ഈ ആത്മീക ശുശ്രൂഷകൾ നാം അനുഭവിച്ചുമാണ് നാം നിലനിൽക്കുന്നത്. അല്ല നമ്മുടെ സ്വന്തം കഴിവുകൊണ്ടല്ല. അത് നമ്മൾ അംഗീകരിക്കണം. പക്ഷേ അതേസമയം തന്നെ അശ്രദ്ധമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ പിശാച് ആരുടെയും ഹൃദയത്തെ വശീകരിക്കരുതേ എന്ന് ഞാൻ വളരെ ഹൃദയപൂർവ്വം താല്പര്യമായി എൻ്റെ കൂട്ടുസഹോദരങ്ങളെ ഓർപ്പിക്കുന്നു. പിന്നെയും അനേക വാക്യങ്ങൾ നമ്മൾ തിരുവെഴുത്തിൽ നമ്മൾ ഇത് സംബന്ധമായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട, അപ്പോൾ വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. രക്ഷാപൂർത്തീകരണമാണ്, തേജസ്കരണമാണ് അവിടെ അർത്ഥമാക്കുന്നത്. ഓരോ ദൈവവൈദ്യരും അതായിരിക്കണം ജീവിതത്തിൻ്റെ ലക്ഷ്യമാക്കിയിരിക്കുന്നത്. ഓരോ ദൈവവൈദ്യരും അതെ, എൻ്റെ കർത്താവ് മടങ്ങി വരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ താൽക്കാലികമായി മാത്രം പാർക്കുന്നുണ്ട്. കഷ്ടത നിറഞ്ഞ ലോകത്തിൽ അന്യരും പരദേശികളുമായി പാർക്കുന്ന നമ്മൾ
വളരെ ഞെരുക്കങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും ഭാരങ്ങളിലൂടെയും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ കൊറോണ പോലെയുള്ള രോഗബാധയൊക്കെ ഉണ്ടായപ്പോൾ ദൈവമക്കളാരും അതിൽ നിന്ന് എക്സംപ്റ്റഡ് അല്ല, അതിൽ ഒഴിവുള്ളവരായിരിക്കുന്നില്ല. ഈ പാപത്താൽ മലീമസമായ ഭൂമിയിൽ ഞാനും നിങ്ങളും ജീവിക്കുന്നിടത്തോളം കാലം, പാപത്തിന് വിധേയപ്പെട്ട ശരീരത്തിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ സകല പ്രതിസന്ധികളും പ്രശ്നങ്ങളും നമ്മളും അഭിമുഖീകരിക്കുന്നുണ്ട്. എന്നാൽ ലോക മനുഷ്യർക്കുള്ളതുപോലെയല്ല. നമുക്കൊരു പ്രത്യാശയുണ്ട്, നമുക്കൊരാശ്രയസ്ഥാനമുണ്ട്. നാം നിരാശപ്പെട്ടു പോകരുത്. നമുക്ക് ആശ്രയിപ്പാൻ ഒരിടമുണ്ട്. ദൈവം, എൻ്റെ കർത്താവ് അറിയാതെ തലയിൽ നിന്നൊരു മുടി പോലും താഴെ വീഴുകയില്ല എന്നുള്ള ഉറപ്പ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. സ്തോത്രം. ആണ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിലും നിർമ്മലതയിലും കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന നാളുകൾ അത്രയും നിലനിൽക്കുവാൻ. സ്തോത്രം. ഞാൻ എന്നെ പൂർണ്ണമായും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു എന്നുള്ള ആ സമർപ്പണ മനോഭാവം, സ്തോത്രം, അത് നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു പോകരുത്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, അതുകൊണ്ട് രക്ഷ നമുക്കടുത്തിരിക്കുന്നു. എത്രയും വേഗം കർത്താവ് മടങ്ങി വരും. സ്തോത്രം. ശരീരത്തിന് വീണ്ടെടുപ്പ് നമ്മൾ പ്രാപിക്കും. അതുവരെ ബലഹീനതയ്ക്ക് വിധേയപ്പെട്ട, രോഗത്തിന് വിധേയപ്പെട്ട, വിശപ്പും ദാഹവും ക്ഷീണവും എന്ന് വേണ്ട തളർച്ചയും ഒക്കെയുള്ള ഈ ശരീരത്തിൽ ദൈവം നമ്മളെ പരിപാലിക്കുന്നു. നമ്മളെ തന്നെ സൂക്ഷിപ്പാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന ആ ഉപാധികൾ ഉപയോഗിച്ച് ദൈവകൃപയിൽ നിലനിൽക്കുവാൻ കർത്താവ് നമുക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അപ്പച്ച, അവിടുന്ന് വലിയൊരു വില കൊടുത്ത് ഞങ്ങളുടെ പാപത്തിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുത്ത് പാപത്തിന് പരിഹാരം വരുത്തി നിത്യജീവന് വേണ്ടി ഞങ്ങളെ വേർതിരിച്ചു. കർത്താവെ, വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു മണവാട്ടി ശ്രദ്ധയോടെ ജീവിക്കുന്നത് പോലെ കർത്താവെ, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിലും നിർമ്മലതയിലും ഞങ്ങളുടെ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, അതിന് യോജിക്കാത്ത നിലയിലുള്ള കർത്താവെ സ്ഖലിതങ്ങൾ, തെറ്റായ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാൻ ആരെയും അനുവദിക്കരുത്. ഞങ്ങളുടെ സഹോദരങ്ങളെ ഞങ്ങൾ സ്നേഹിക്കുന്നു. അങ്ങനെ തെറ്റായ ആശയങ്ങൾ പറയുന്നവരോട് മനസ്സലിയുകയും സൂക്ഷ്മതയോടെ ജീവിപ്പാൻ എല്ലാവർക്കും തിരുമേനി പ്രേരണ കൊടുക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അശ്രദ്ധമായ ക്രിസ്തീയ ജീവിതം കർത്താവേ, അത് അപകടകരമാണെന്നുള്ള തിരിച്ചറിവ് അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങൾക്ക് നൽകിയിരിക്കാൻ സ്തോത്രം. അങ്ങയുടെ പ്രബോധനങ്ങൾക്കും ഉപദേശങ്ങൾക്കും ശ്രദ്ധ കൊടുത്ത് അതിൽ വിശ്വസ്തരായിരിക്കാൻ ഞങ്ങളെയെല്ലാം സഹായിക്കണം. ഈ കഷ്ടത നിറഞ്ഞ സാഹചര്യത്തിലൂടെ ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഞെരുങ്ങുന്നവരുണ്ട്, ഭാരപ്പെടുന്നവരുണ്ട്. കരുണ കാണിക്കണം, ഞങ്ങളോട് ദയ തോന്നണം. അങ്ങയുടെ വരുന്നായുള്ള ഒരുക്കവും അതിനുള്ള പ്രത്യാശ ഞങ്ങളിലെപ്പോഴും സജീവമായിരിക്കാൻ കൃപ നൽകണം. മഹത്വത്തോടെ എടുക്കണം. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ പ്രിയ പിതാവേ, ആമേൻ.